ഭേദപ്പെട്ട പോളിംഗിന്റെ ആത്മവിശ്വാസത്തിലാണ് നിലമ്പൂരിൽ മുന്നണികൾ. ഇടതു വലത് സ്ഥാനാർത്ഥികളും നേതാക്കളും വിജയത്തിന്റെ കാര്യത്തിൽ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. മലയോര മേഖലയിൽ അടക്കം വലിയ നേട്ടമുണ്ടാക്കാമെന്ന് NDAയും പ്രതീക്ഷിക്കുന്നു. പോളിംഗ് അവസാനിച്ചപ്പോഴും 75,000-ലേറെ വോട്ടുകൾ നേടി വിജയിക്കുമെന്ന അവകാശവാദത്തിലാണ് PV അൻവർ. മൂന്നാഴ്ചയിലേറെ നീണ്ട നിലമ്പൂരിലെ കളം നിറഞ്ഞ പോരാട്ടത്തിനൊടുവിൽ വലിയ പ്രതീക്ഷകളിലാണ് മുന്നണികൾ. വികസനത്തിനപ്പുറം മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം, ജമാഅത്തെ ഇസ്ലാമിയുടെ UDF പിന്തുണ എന്നിവയിലൂന്നിയ പോരാട്ടമാണ് ഇടതു വലതു മുന്നണികൾ തമ്മിൽ നടന്നത്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാരും നേതാക്കളും ഇടതുപക്ഷത്തിനു വേണ്ടി നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്തു പ്രവർത്തിച്ചു. ഇടതുപക്ഷം മുന്നോട്ട് വെച്ച രാഷ്ട്രീയം ജനങ്ങൾ ഏറ്റെടുത്തുവെന്ന ആത്മവിശ്വാസത്തിലാണ് M സ്വരാജ്. ഓരോ തെരഞ്ഞെടുപ്പും പുതിയൊരു തെരഞ്ഞെടുപ്പാണ്. അതത് സമയത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ടാണ് ജനങ്ങൾ വിധി എഴുതുക. ഞാൻ പൊതുവെ തെരഞ്ഞെടുപ്പിനെ അങ്ങനെയാണ് കാണാറ്. ശതമാന കണക്ക് വെച്ച് കൂട്ടുന്ന ഒരാളല്ല ഞാൻ ആഗ്രഹിക്കുന്നത് 100% പേരും വോട്ട് ചെയ്യണം എന്നാണ്. അത് നമ്മൾ അനുകൂലമായാലും പ്രതികൂലമായാലും അപ്പോഴാണ് ജനാധിപത്യം കൂടുതൽ അർത്ഥപൂർണ്ണമാവുക. ജമാഅത്തെ ഇസ്ലാമി ബന്ധം ആരോപിച്ച് ഇടതുപക്ഷം ഉയർത്തിയ പ്രതിരോധത്തെ അതിജീവിക്കാനായി എന്ന ആത്മവിശ്വാസത്തിലാണ് UDF ക്യാമ്പിൽ വിള്ളലുണ്ടാക്കാനുള്ള എതിരാളികളുടെ ശ്രമത്തെ പരാജയപ്പെടുത്തി ചരിത്ര വിജയം നേടുമെന്ന പ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തും നേതൃത്വവും പുലർത്തുന്നത്. ഒരു വല്ലാത്ത ആവേശമാണ് ഈ തെരഞ്ഞെടുപ്പിന് നൽകിയിട്ടുള്ളത്. പൂർണ്ണമായും ഇത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായിട്ടുള്ള പിണറായി വിജയൻ ഗവൺമെൻറ്റിനെതിരെയുള്ളൊരു ജനവിധിയായിരിക്കുമെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്താവുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിധി ഉണ്ടാവണമെന്ന തീരുമാനത്തോടു കൂടി നടത്തിയ ഒരു നല്ല പ്രവർത്തനം കൂടിയാണ്. മോഹൻ ജോർജിന്റെ സ്ഥാനാർത്ഥിത്വം മലയോര മേഖലയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയതാണെന്ന് NDAയുടെ വിലയിരുത്തൽ. PDP, ജമാഅത്തെ ഇസ്ലാമി സംഘടനകളുമായി ഇടതു വലതു മുന്നണികളുടെ ബന്ധം ചർച്ചയായത് ഗുണം ചെയ്യുമെന്നും NDA കരുതുന്നു. അതേസമയം PV അൻവറും വലിയ പ്രതീക്ഷയിലാണ്. അവകാശവാദങ്ങൾ ഏറെയാണെങ്കിലും അടിയൊഴുക്കുകൾ ഉണ്ടായതായി മുന്നണികൾ സംശയിക്കുന്നു. താഴെത്തട്ടിൽ നിന്നുള്ള കണക്കുകൾ വെച്ചുള്ള വിശകലനവും അവകാശവാദവും തിങ്കളാഴ്ച യഥാർത്ഥ ഫലം വരുന്നതുവരെ തുടരും. അമൃത ന്യൂസ്, മലപ്പുറം.